ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ചെറിയൊരു റെസിപ്പിയാണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഹോം മെയ്ഡ് ചെറി റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറി ചെയ്യുന്നത് സാധാരണ നമ്മൾ വീട്ടിലുള്ള അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ കേക്കിനും പുഡിങ്ങിനും ഒക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചെറി യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ പൊടി, അതായത് ഒട്ടും തന്നെ തരിതരിപ്പില്ലാത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം, എങ്കിൽ നമ്മുടെ ഈ ചെറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊന്നും എപ്പോഴും വീട്ടിൽ കാണണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയമൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ്, അതായത് ചേർത്ത വെള്ളവും പഞ്ചസാരയും അരിപ്പൊടിയൊക്കെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കട്ടയാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു ലോ ഫ്ലെയിമിൽ, എത്രത്തോളം ലോ ആക്കാൻ പറ്റുമോ അത്രത്തോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് കുറുകി കട്ട കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ആ ചെറിയ ഷേപ്പിലൊന്നും നമുക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ നല്ലതുപോലെ കുറുകി കിട്ടും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയല്ല, ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ ഈ ഒരു പരുവത്തിന് കിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് കുറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി, അതായത് വിനീഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയല്ലേ, അപ്പോൾ അതിനൊരു ഫ്ലേവർ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എസൻസ്, ഫ്ലേവേർഡ് എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ജെൽ കളർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട, ഒരു 3 ഡ്രോപ്സ് ഒക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയല്ല, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം നമ്മളൊരു 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറിയുടെ ബാറ്റർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ആ ഒരു രീതിയിലൊന്നും അല്ല, അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും, നമ്മളൊരു ജെല്ല് പോലെ, അത് നല്ല അടിപൊളിയായിട്ട് ജെല്ല് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അരിപ്പൊടിയിലാണിത് ചെയ്തതെന്നൊന്നും പറയില്ല, അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ റോസ് വാട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു മണമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ അല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കൈ വെച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിന് തന്നെ, അപ്പം ആ ഒരു ചെറിയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിന് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരല്പം എണ്ണ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ ആ ഒരു ഷൈനിങ് ഉണ്ടാവും. പിന്നെ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരിക്കലും ഞാൻ പറയില്ല നമ്മുടെ ചെറിയുടെ അതേ ടേസ്റ്റാണ്, നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെറി ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്ന നമ്മുടെ കേക്കിൻ്റെ റെസിപ്പീസിലൊക്കെ ഈ ഒരു ചെറിയാണ്, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയുടെ ഈ ഒരു ഇതാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ്, അത്രയും റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്.
ഇത് നമ്മൾ കേക്കിലൊക്കെ സാധാരണയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്പ്രിങ്കിൾസും സ്റ്റാർസും അല്ലെങ്കിൽ സ്റ്റിക്സും ഒക്കെ ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് പുഡിങ്ങിലും കേക്ക്സിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അരിപ്പൊടി വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച കംപ്ലീറ്റ് ആ ഒരു മിക്സിങ് ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. കാരണം വേറൊരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ലോ കോസ്റ്റിൽ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെറി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെച്ചിട്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.